ഉള്ളല്ലേ. ആൾക്കാർ പേടിക്കുമ്പോ നമ്മള് പെട്ടെന്നൊക്കെ കാല് കൊടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് സ്കൂട്ടറിന് അല്ലെങ്കിൽ സ്കൂട്ടറിന് വാങ്ങി ചെല്ലുക അല്ലെങ്കിൽ ബൈക്കിന് വാങ്ങി ചെല്ലുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർ ടയർ നോയ്സ് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് അവെയർ ആവും. ഇതൊക്കെ തിരിഞ്ഞു കൂടി ഒരു കറുത്ത സാധനം മൊത്തത്തിൽ കറുത്തത്. കുറച്ച് ടാസ്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മരമൊന്നും ഇല്ലാതിരുന്നാൽ മതി. പിന്നല്ലേ റിവേഴ്സൊക്കെ ഉണ്ട്. ABS ഒക്കെ ഇങ്ങനെയാവുന്നുണ്ട് ചെളി എത്തുമ്പോഴേ. ABS ഒന്ന് പിടിക്കുന്നുണ്ടോ? നമ്മള് നല്ല കറവ് എടുക്കില്ലേ വലിയ വളവ്, അപ്പൊ നമ്മള് കാലെടുക്കണെങ്കിൽ വണ്ടി ഐസ്ക്രീം കട്ടാവും. ഇത്രയും നല്ല ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടി 23 ലക്ഷം രൂപയ്ക്ക് വണ്ടിക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. കല്ലുണ്ടായിരുന്നു ഇവിടെ. അന്ന് ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി സൂമിൽ കിടക്കുന്നു. പുറത്തുന്നത് ആണോ? പാർക്കായാലും ഓഫാവൂല്ലേ? ഉള്ളല്ലേ. റാംഗ്ലർ ലുക്കുണ്ട്. ടെറൈനും കൂടെ കറക്റ്റ് ആയോ? ഇതിപ്പോ ഫോഗാണ് ഇട്ടേക്കുന്നത്. ശരിക്കും ഇവിടെയൊക്കെ നൈറ്റ് വന്നായിരുന്നേ എല്ലാ ലൈറ്റൊക്കെ ഇട്ട് നോക്കി പോയായിരുന്നു. ഇതിപ്പോ മറ്റേ മേളത്തെ ലൈറ്റ് ആണോ? രാത്രിയൊക്കെ ഓഫ് റോഡ് അടിച്ച പൊളിയായിരിക്കും അല്ലേ? ഇതെല്ലാം പ്രൊജക്ടർ അല്ലേ? ഇതോ? അത് LED ആണ്. ഭയങ്കര കിട്ടില്ല. GPN ശരിക്കും വൈറ്റ് ആണ്.
എല്ലാം ടിൻഡ് ചെയ്തേക്കും. ഓ കാര്യം വെള്ളം പറ്റുന്നില്ല ബ്രോ, ഭയങ്കര നമുക്ക് തന്നെ തോന്നും അയ്യോ കഷ്ടം. ഇടാറില്ല, ഒന്നല്ലെങ്കിൽ ആളില്ലാത്ത റോഡുണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ ഇട്ടൊക്കെ പോകുന്ന റോഡ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇടും, അല്ലെങ്കിൽ ഇടാറേയില്ല. ചെടി മാറ്റി കൊടുക്കേണ്ടി വരുമോ? ശരി, അല്ല കൂട്ടി കൊടുക്കാം. ശരിയല്ലേ? ടയറൊക്കെ ഒരു പെയ്തേ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. നൈസ് റൂട്ടാണ്. ഞാൻ എക്സ്ക്രോസ് ഒക്കെ ഉണ്ടോ വന്നേ മുമ്പ്? നല്ല വണ്ടി അന്ന് തീരുമാനിച്ചല്ലേ നല്ലൊരു വണ്ടി. ഞാൻ വെച്ച് മറ്റേ എക്സ്പൾസോ അങ്ങനെ ബൈക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം അതെങ്ങനെ ആലോചിച്ചാണ്. ഓഫ് റോഡ് ബൈക്സ് ഉണ്ടെങ്കിൽ നൈസ് റൂട്ടായത്. ഇനിയിപ്പോ എന്തായാലും ഇതുവഴി വരുമല്ലോ. രാത്രി അടയ്ക്കുന്നു അവിടെ. രാത്രി അടയ്ക്കായിരിക്കും. ആൾക്കാരൊക്കെ വെള്ളമടിയൊക്കെ അടി അകത്തൊക്കെ കയറി. അവിടെ നമ്മൾ നിന്നിടത്ത് തന്നെ കുപ്പിയൊക്കെ ആംബിയൻസ് ഉണ്ട്. ഇത് നൈസല്ല. അങ്ങോട്ടൊരു അമ്പലമുണ്ട്, പക്ഷെ അങ്ങോട്ട് ചെന്നാൽ ഡെഡ് അല്ല. ഇവിടെ മൊത്തം കറങ്ങിയില്ലേ, ഫുള്ള് വണ്ടി മൊത്തം ചെളിയായി. ഇതാ പ്രശ്നം. നെഗറ്റീവ് എന്തുണ്ടെന്ന് വെച്ചാൽ പറയും കഴുകി ഊപ്പാട് വരും. സ്വന്തമായിട്ട് കഴിവോ സ്വന്തമായിട്ടും കഴിവോ വാഷി ഫുള്ള് പോകും. ഫീൽ ചെയ്തോണ്ട് ഇങ്ങനെയൊക്കെ പോയത് പേടിക്കില്ല. ഇല്ലെങ്കിൽ വണ്ടി എടുത്തതിന് 3 സ്ക്രാച്ച് ആയി. ഇങ്ങനെ വരാം എന്തോ ചെറിയ കമ്പറിഞ്ഞ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയാമല്ലോ, അത് കറക്റ്റ് ആയിട്ട് ഇത് പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. പിടിച്ച് കയറുന്നോളല്ലേ, ടയർ പിടിച്ച് കയറുന്ന മനസ്സിലായി. നമുക്ക് ടയറിന്റെ ആ ഒരു ടയർ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അങ്ങോട്ട് പോയി നോക്കാം. എനിക്കൊരു ദിവസം മാപ്പിൽ ഞാൻ വന്നപ്പം ഈ റൂട്ടാണ് കാണിച്ചത്. കാരണം ഇതിൻ്റെ അകത്ത് കാർപ്ലേ ഒക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ വഴിയുള്ള, മറ്റേ വഴിയില്ല. ഇങ്ങനെ അതുവഴി കയറിപ്പോയിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബൈക്ക് പോകാനുള്ള റൂട്ടുള്ള. മണിയടിയല്ലേ മൊത്തത്തിൽ ഇല്ലേ? മുമ്പ് മരം വീണിട്ടില്ല. ഞാൻ ഇതുവഴി പോയാലോന്ന് ആലോചിച്ചു. ഇനി ഇത് വഴി അറിയാത്തോണ്ട് മാപ്പിൽ
ഓഫ് റോഡ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് PPF നമ്മൾ ഉപകരിക്കുന്നത്. കയറിപ്പോട്ടെ. ഇങ്ങോട്ട് പോയിട്ട് ലാഡറിലെ കയറി പിടിക്കുന്നത്. ലാഡറിലെ കയറി പിടിക്കുന്നത്. ഗ്രൗണ്ടൊക്കെ പോണോ അങ്ങോട്ട്? തിരിച്ചു പോകാല്ലേ? നമ്മൾ വന്ന വഴി പോവാം. കറക്കൂ ഒരു കാലം എടുത്തു ചുമ്മാ ചാടി. ചാടും. പക്ഷെ ട്രാക്ഷൻ ഓഫ് ചെയ്യണ്ടേ അങ്ങനെ കറക്കാൻ ഉദ്ദേശിക്കാം? എന്തോ പിടിച്ചിട്ടുണ്ട്. എന്തോ സാധനം കമ്പകാരും എന്തോ അടിയിലുണ്ട്. കസ്റ്റം നല്ല ഇവിടെ കസ്റ്റം നമുക്ക് ചെയ്യാം. ജി ഫോഴ്സ് പിന്നെ ഓൺ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് കാര്യങ്ങളൊക്കെ കാണിക്കും. എഞ്ചിൻ പവർ, ടോർക്ക്, എഞ്ചിൻ ടെമ്പറേച്ചർ, പിന്നെ കിലോമീറ്റർ എത്തല്ല പോകുന്നത്. ഇത് റോഡിലേക്ക് വേണ്ടി. ഓഫ് റോഡിലേക്ക് വേണ്ടിയിട്ടുള്ളത് എത്ര ആംഗിൾ വണ്ടി സൈഡിലോട്ട് നമ്മുടെ പജിയ റോഡ് കോമ്പസ് ഒക്കെ ഉണ്ട്. കോമ്പസ് ഒക്കെ ഉണ്ട്. ഇത് ലാപ്പ് എത്ര, സ്റ്റിയറിംഗിന്റെ ടയർ ഡയറക്ഷൻ ഒക്കെ. പക്ഷെ ഓഫ് റോഡ് കൊണ്ടുവന്ന വണ്ടിയാണെങ്കിൽ PPF ഹെൽമെറ്റ് ഒരു മാഗ്നറ്റിന്റെ ഒരു സാധനം കണ്ടായിരുന്നോ? അതേ കണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്. പേഴ്സണലി നമ്മൾ ഓഫ് റോഡ് കൊണ്ടുപോകേണ്ട ആവശ്യം നമ്മൾ കൊണ്ടുപോകത്തില്ല. ഇത് ഇത്ര സൂക്ഷിക്കും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ തോന്നിയാൽ അതിലേക്ക് കൊടുന്ന് സൈഡിൽ നൈസായിട്ട് പോയി. PPF ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് സ്ക്രാച്ച് ഒക്കെ അത്യാവശ്യം സെൽഫിയിലായി പോകും. PPF ചെയ്യുന്നത് ഭയങ്കര കിടിലാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് വണ്ടിക്കത് വാട്ടർമാർക്ക് വരില്ല. ബ്ലാക്ക് അല്ലെങ്കിൽ സീനല്ലേ? വാട്ടർമാർക്ക് ഇത് തുടച്ച വാട്ടർമാർക്ക് പോകും. ഇതിന് എത്ര ഹൈഡ്രോഫോബിക് ഉണ്ടോ? ഓക്കെ. പിന്നെ 5 വർഷം ഒരു വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകേസ് ഒരു പീസ് സ്ക്രാച്ച് ആയാലും 50% കൊടുത്താൽ മതി. ഓ ശരി ശരി ശരി. അത് അൺലിമിറ്റഡ് ക്ലെയിംസോ എല്ലാവർക്കും ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് മാത്രമേ. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ. ചില കഴിക്കുന്നുണ്ടോ? മണ്ണ് കയറുന്നുണ്ട്. നടച്ചടാ. മണ്ണാണ് പ്രശ്നം. ടയറ് പിടിച്ചെങ്കിൽ കയറൂലേ? ടയർ അത്രയും ഗ്യാപ്പ് കിടക്കുമല്ലേ, പിടിച്ച് ഒരു ഏറിയ. ലാഡർ അടിക്കുന്ന ഇടത്തുനിന്ന് കേൾക്കുന്ന പോലെ. ലാഡറിന് ഇത്ര സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ എന്താ ഇനിയൊന്നും നമ്മൾ അടച്ച് കറക്റ്റ് ആയിട്ടില്ല. നമ്മൾ തുറന്നിട്ട് അടച്ചില്ലേ, കറക്റ്റ് ആയിട്ടുള്ള വിശ്വാസം. അല്ലാതെ ഇത്ര സൗണ്ട് ഇല്ലായിരുന്നു. ബോക്സിന് സൗണ്ട് ആയിരുന്നു. ബോക്സിന് സൗണ്ട് വരുമ്പോൾ കാര്യം ബോക്സിന് 2 പെടുത്തേ ഉള്ളൂ. ലാഡറിന് അങ്ങനല്ല. ലാഡറിന് ടോപ്പില് നെട്ടും ബോൾട്ടും ഉണ്ട്, താഴെ മാഗ്നറ്റും ഉണ്ട്. മാഗ്നറ്റ് ഭയങ്കര കിടലാണ്. ചാട്ടമൊക്കെ ഇങ്ങനെ നിൽക്കും. ഓട്ടോമാറ്റിക്കലായിട്ട് മറ്റേ സഡൻ ചവിട്ട് കിട്ടുമ്പോ ചവിട്ട് കയറുന്നതാണെന്നല്ലേ? ഇപ്പൊ ആ സഡൻ ചവിട്ട് കൂട്ടിയതാണ്ടോ ഇൻഡിക്കേറ്റർ? ഓക്കെ.